الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിച്ച് പരിപാലിക്കുന്ന നമ്മുടെ അമലുകളെ നാളെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ ആ വിചാരണാ നിലയത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആ ശരീരത്തിന് എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഒരു കുഴപ്പമില്ലെന്ന് അറിയുമ്പോൾ ബന്ധുക്കൾക്ക് എത്ര വലിയ ആശ്വാസമായിരിക്കും. എന്നാൽ കുട്ടിയെ പ്രസവിക്കുമ്പോൾ ശരീരം മാത്രമല്ല പുറത്തു വരുന്നത്, ഒരാത്മാവ് കൂടിയാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ ഒരു തീരാ കഥയാണ്. മനസ്സിനെക്കുറിച്ച് പഠിക്കുന്തോറും അതിൻ്റെ അത്ഭുതങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ചീത്ത മനസ്സിൻ്റെ ഉടമയും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ആ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും സൗകര്യത്തിനും അയാളെ കൊണ്ടുള്ള ഉപകാരത്തിനും അപകാരത്തിനുമൊക്കെ കാരണം അയാളുടെ മനസ്സാണ്. മനസ്സ് തന്നെയാണ് പ്രധാനം. നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുക. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അതായത് സ്വത്താകട്ടെ മക്കളാകട്ടെ ഉപകാരിക്കാത്ത ദിവസം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ സ്വത്തിന് വേണ്ടി, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജീവിക്കുന്നു. പക്ഷേ അതൊന്നും നാളെ പരലോകത്ത് ഉപകാരം ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയവുമായി ചെന്നവർക്കൊഴികെ. അവർക്ക് ഉപകാരപ്പെടും, മക്കളും ഉപകാരപ്പെടും, ധനവും ഉപകാരപ്പെടും, അവരുടെ അമലുകൾ ഉപകാരപ്പെടും. രക്ഷപ്പെട്ട ഒരു മനസ്സുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫൽഖുലൂഹു തുമ്മൽ ജഹീമ സല്ലൂഹു തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖൂഹു. ആ ഒരു ആത്മാവിനെ മലിനമാക്കിയവന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്കെൻ്റെ ധനം ഉപകരിച്ചില്ലെന്ന് അവൻ വിലപിക്കും.
എനിക്കെൻ്റെ സ്വാധീന ശക്തി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അവനെ പിടിക്കുവിൻ, അവനെ കഴുത്തോട് ചേർത്ത് ആമം വെക്കുവിൻ, പിന്നെ ജ്വലിക്കുന്ന നരകത്തിലേക്ക് കടത്തുവിൻ, പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവിൻ എന്നൊക്കെ വിളിച്ചു പറയും. ഖൽബുൻ സലീമല്ലെങ്കിൽ, നാളെ പരലോകത്തെ ദൗർഭാഗ്യവാനായാൽ, അതുകൊണ്ട് തന്നെ ഒരാത്മാവ് കൊണ്ട് ജീവിക്കുകയാണ് എന്ന് വിചാരിക്കണം. ഒരു ശരീരം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വീട്ടിലെ സൗകര്യം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വാഹനം കൊണ്ടോ, ഒരു കച്ചവടം കൊണ്ടോ, ഒരു ജോലി കൊണ്ടോ അല്ല നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വലിയ മഹാത്ഭുതമായ ആത്മാവ് നമുക്കുള്ളിലുണ്ട്. ആ ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിക്കുകയും ചെയ്തു. എന്താണ് ഖൽബുൻ സലീം? വസാഹിബുൽ ഖൽബി സലീം ഹുവ ദാകല്ലദി സല്ലമ ഖൽബഹു വസദ്റുഹു മിനശ് ശിർകി വന്നിഫാഖ് ومن الحقد والحسد وسيء الآفات والكبر والعلو على الخلق. സലീമായ ഹൃദയത്തിന്റെ ഉടമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മനസ്സ് ശിർക്കിൽ നിന്ന് മുക്തമായിരിക്കും, നിഫാഖിൽ നിന്നൊഴിവായിരിക്കും. ഒരാളോടും വൈരാഗ്യമുണ്ടാവുകയില്ല, ഒരാളോടും അസൂയ നിലനിർത്തുകയില്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആ ആത്മാവിന് പങ്കുണ്ടായിരിക്കുകയില്ല, ആ ആത്മാവ് അഹങ്കരിക്കുകയില്ല, മറ്റുള്ളവരുടെ മേൽ പൊങ്ങച്ചെന്നടിക്കുകയില്ല. ഇതിൽ നിന്നെല്ലാം പരിശുദ്ധമായ ഒരാത്മാവാണ് ഖൽബുൻ സലീം എന്നാണ് പറയപ്പെടുന്നത്. മുൻഗാമികളിൽ ഉത്തമരാരായിരുന്നു? കാന അഫ്ളലുഹും ഇൻദഹും യഗ്നി അൽമാദീന അസ്ലമഹും സദ്റൻ വഅഖല്ലഹും ഗീബതൻ. ഇയാസ് ഇബ്നു മുആവിയ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു സഹാബത്ത് എങ്ങനെയായിരുന്നുവെന്ന്. എന്താ സഹാബത്തിന്റെ പ്രത്യേകത? പ്രവാചകന്റെ സഹാബിമാരിൽ അവരെ ശ്രേഷ്ഠരായി പരിഗണിച്ചിരുന്നത് ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളെയും ഗീബത്ത് പറയൽ കുറഞ്ഞവരെയുമായിരുന്നു. ഒരു നാവ് കൊണ്ട് ഒരാളുടെ കുറ്റമെടുത്തു പറയാത്തവനായിരുന്നു സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ. അതേപോലെ ശുദ്ധമായ ഹൃദയം, പുറത്തും അകത്തും ഒരേപോലെയുള്ളവൻ, അതാണ് ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത്. അവിടെ കർമ്മങ്ങളുടെ മഹത്വം വളരെ വലുതായിരുന്നു. സുഫിയാൻ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, മുൻഗാമികളുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. അദ്ദേഹം പറഞ്ഞു, അവർ കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്തവരും കൂടുതൽ പ്രതിഫലം നേടിയവരുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് സാധിക്കുന്നത്? അവർ ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു. ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളാണോ? കുറച്ചു മാത്രം പ്രവർത്തിച്ചാലും അവർ രക്ഷപ്പെടും. വിശുദ്ധമായ ഹൃദയമില്ലേ, അവനെത്ര വലിയ പ്രവർത്തനം പ്രവർത്തിച്ചാലും അവന്റെ പ്രവർത്തനം അസ്വീകാര്യമായി മാറാൻ സാധ്യതയുണ്ട്. മനസ്സുകൾക്കിടയിൽ അകറ്റാനാണ് ശൈത്താൻ ഇഷ്ടപ്പെടുന്നത്, മനുഷ്യന്റെ മനസ്സിന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ. പിശാച് പ്രത്യക്ഷമായ ശത്രുവാണ് മനുഷ്യന്. അവൻ ആളുകൾക്കിടയിൽ, മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുമെന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതാണ്. അതുകൊണ്ട് രണ്ടുപേർ തെറ്റിയിട്ടുണ്ടെങ്കിൽ, രണ്ടുപേർക്ക് ഭിന്നതയുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തർക്കിക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ പിശാച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. നല്ല മനസ്സുള്ളവർ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസ് അഫ്ളൽ ഖാല കുല്ലു മഖ്മൂമിൽ ഖൽബ് വസുദൂഖിൽ ലിസാൻ ഖാലൂ സുദൂഖുൽ ലിസാൻ നഅരിഫു വമാ മഖ്മൂമുൽ ഖൽബ് فقال هو التقي والنقي لا إثم فيه ولا باغي ولا غل ولا حسد. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ളവൻ, സത്യസന്ധമായ നാവുള്ളവനും
സത്യം മാത്രം പറയുന്നവനുമാണ്. അവർ സഹാബികൾ ചോദിച്ചു, സത്യസന്ധമായ നാവ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ അടിച്ചു വാരപ്പെട്ട ഹൃദയമുള്ളവൻ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നവൻ, സംശുദ്ധ ജീവിതം നയിക്കുന്നവനുമാണവൻ. അവൻ പാപം ചെയ്യാത്തവനും അക്രമം ചെയ്യാത്തവനും വഞ്ചിക്കാത്തവനും അസൂയ വെച്ച് പുലർത്താത്തവനുമാണ്. ഇതൊന്നും അവന്റെ മനസ്സിലുണ്ടായിരിക്കുകയില്ല. ഒരാളോട് അസൂയയില്ല, ഒരാളോട് വെറുപ്പില്ല, ഒരാളോട് വൈരാഗ്യമില്ല, ഒരു പാപം ചെയ്യണമെന്നൊരു നീയത്തില്ല, ആരെയും ആക്രമിക്കണമെന്ന് ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെ ഈ നാട്ടിലുണ്ടെങ്കിൽ അയാളെ കാണുക എങ്ങനെയാണ്? ഒരു ധൈര്യമില്ലാത്തവനായി കാണും, പഞ്ചപാവമായി കാണും. അവനാരെയും ഉപദ്രവിക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ് ഉപദ്രവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ മുഅ്മിൻ എല്ലാവരോടും ഇണങ്ങുന്നവനായിരിക്കണം. നല്ല മനസ്സുള്ളവരുടെ കർമ്മങ്ങളാണ് സ്വീകരിക്കപ്പെടുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. 2 പ്രാവശ്യം, അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യർ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ എല്ലാ സത്യവിശ്വാസിയായ ദാസനും അള്ളാഹു പുറത്തു കൊടുക്കും. തിങ്കളാഴ്ച പുറത്തു കൊടുക്കും, വ്യാഴാഴ്ച അവന്റെ തെറ്റിനെ പുറത്തു കൊടുക്കും. ഒരു ദാസനൊഴികെ ഒരു ദാസന് പൊറുക്കലിനെ കിട്ടുകയില്ല. കാരണം എന്താണ്? അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ എന്തോ പ്രശ്നമുണ്ട്. അവന്റെയും അവന്റെ മുസ്ലിം സഹോദരന്റെ ഇടയിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. കാണുമ്പോൾ കടന്നൽ കുത്തിയതുപോലെ എന്തോ മുഖത്തിനൊരു കനം വരുന്നു, ഒന്ന് തിരിഞ്ഞു പോകുന്നു. അവനെ കാണുന്നത് എനിക്കിഷ്ടമില്ല, അവൻ എന്നോട് മിണ്ടുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പറയപ്പെടും, അവർ 2 പേരെയും വിട്ടേക്കൂ, അവർ പരസ്പരം നന്നായിക്കോട്ടെ, എന്നിട്ട് പുറത്തു കൊടുക്കാം. നമുക്കൊരു പൊറുക്കലിനെ കിട്ടണമെങ്കിൽ, നമ്മുടെ കർമ്മം അല്ലാഹു തആല പ്രദർശിപ്പിക്കണമെങ്കിൽ ആരോടും വെറുപ്പില്ലാത്ത നല്ല മനസ്സുണ്ടായിരിക്കണം. നമുക്കുണ്ടോ? നമ്മുടെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കൂ, നമ്മുടെ മനസ്സിലേക്ക് ചികഞ്ഞു നോക്കൂ. നമ്മൾ അങ്ങനെയല്ലെങ്കിൽ തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ട് പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിൽ നിന്ന് ആലോചിക്കണം. നല്ല മനസ്സുള്ളവർക്കാണ് സ്വർഗമുള്ളത്. അവർക്കേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർഗക്കാരന്റെ മനസ്സെങ്ങനെയാണോ അതേ മനസ്സിൽ ജീവിക്കണം ഇവിടെ. അപ്പോഴാണ് സ്വർഗം ലഭിക്കുക. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘം 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശപൂരിതമായിരിക്കും. അവർക്കിടയിൽ പരസ്പരം വിഭാഗീയതയോ പകയോ ഉണ്ടായിരിക്കുകയില്ല. അവർ ഒറ്റ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കും. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കും. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മനസ്സിൽ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാനുള്ള അങ്ങേയറ്റത്തെ യോഗ്യത വന്നു ചേരും. അഥവാ അങ്ങേയറ്റത്തെ പ്രകാശം മനസ്സിൽ വരും. ഒരാളോടും ഒരു ഖില്ലത്തുമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ആരെ കണ്ടാലും ഇല്ലാത്ത ഒരാൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ സ്വർഗാവകാശിയിൽപ്പെട്ട ഒരാൾ നിങ്ങളിലേക്ക് വരും. ആ സമയത്ത് ഉളുവെടുത്ത് താടി നനഞ്ഞ ഇടതു കൈയിൽ ചെരുപ്പ് പിടിച്ച അൻസാരികളിൽപ്പെട്ട ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. പിറ്റേ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പറയുകയും തലേ ദിവസത്തെ പോലെ ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. 3-ാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാവർത്തിച്ചു, ഇപ്പോൾ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ കടന്നു വരുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ആ മനുഷ്യനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പിന്തുടർന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എൻ്റെ പിതാവും ഞാനുമായി ഒരു വാക്ക് തർക്കമുണ്ടായി. ഇനി 3 ദിവസം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോടു കൂടെ പോകൂ എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അത്രയും സമയം ഞാൻ താങ്കളുടെ കൂടെ കഴിയട്ടെയോ? അയാൾ പറഞ്ഞു, ശരി. പിന്നീട് സംഭവം അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ആ മനുഷ്യനോടൊപ്പം 3 രാത്രി ഞാൻ കഴിഞ്ഞു. കൂടെയെങ്കിലും രാത്രിയിലൊന്നും അദ്ദേഹം നമസ്കരിക്കുന്നതായി കണ്ടില്ല. ഉറക്കത്തിൽ വിരിപ്പിൽ തിരിഞ്ഞു മറിയുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്നു.
പ്രഭാതമാകുമ്പോൾ സുബഹി നമസ്കാരത്തിനായി എഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. നല്ലത് മാത്രം പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ വളരെ നിസ്സാരമാണല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ സഹോദര, എനിക്കും എൻ്റെ പിതാവിനും ഇടയിൽ പ്രശ്നമോ പിണക്കമോ ഒന്നുമില്ല. താങ്കളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശികളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടപ്പോൾ താങ്കളുടെ കർമ്മങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാനായി അവ പിന്തുടരുക എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങളോടൊപ്പം വന്ന് താമസിച്ചത്. എന്നാൽ താങ്കൾ കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തതായി ഞാൻ കണ്ടില്ല. താങ്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കാരണമെന്താണ്? അതിനാണ് 3 ദിവസം അയാളുടെ കൂടെ താമസിച്ച് നിരീക്ഷിച്ചത്. അയാൾ പറഞ്ഞു, താങ്കൾ എന്നിൽ കണ്ട കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരാളെയും വഞ്ചിക്കുകയോ അള്ളാഹു ഒരാൾക്ക് നൽകിയതിന്റെ പേരിൽ അയാളോട് അസൂയ കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണോ താങ്കളെ ആ സ്ഥാനത്തെത്തിച്ചത്? അതാകട്ടെ ഞങ്ങൾക്ക് വളരെ പ്രയാസകരവുമാണ്. ഇതാണോ താങ്കളെ ആ സ്ഥാനത്തെത്തിച്ചത്? അതാകട്ടെ ഞങ്ങൾക്ക് പ്രയാസകരവുമാണ്. ഇതാണ് സംഭവം. എന്താണ് അയാളുടെ മനസ്സിൽ? ഒരാളെപ്പോലും അദ്ദേഹം മനസ്സിൽ കുറ്റം വിചാരിക്കുന്നില്ല. ഒരാളെപ്പോലും മനസ്സിൽ കുറ്റം വിചാരിക്കാത്ത ഒരുവന്റെ ഹൃദയത്തിന്റെ നന്മ എത്രയായിരിക്കും? ആ നന്മയിലേക്ക് നമ്മൾക്കും എത്താൻ സാധിക്കണം. മനസ്സാണ് ഈ മനസ്സാണ് സഹാബത്തിനെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയാൻ കാരണമായത്. അല്ലദീന തബവ്വഉദ്ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ ومن يوق شح نفسه فأولئك هم المفلحون. അവരുടെ മുമ്പായി മുഹാജിറുകളുടെ വരവിന് മുമ്പായി ആ മുഹാജിറുകൾക്ക് വാസസ്ഥലവും സത്യവിശ്വാസവും സ്വീകരിച്ച് സൗകര്യപ്പെടുത്തി വെച്ച അവരായ ആ ദരിദ്രന്മാർക്കും തങ്ങളുടെ അടുക്കലേക്ക് ഹിജ്റ വന്നവരെ അവർ സ്നേഹിക്കുന്നു. തങ്ങൾക്ക് നൽകപ്പെട്ടത് സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ യാതൊരു ആവശ്യവും അവർ കണ്ടെത്തുന്നുമില്ല. തങ്ങളിൽ വല്ല വിടവും അഥവാ ദാരിദ്ര്യവും ഉണ്ടായിരുന്നാൽ പോലും അവർ തങ്ങളുടെ ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഏതൊരു തന്റെ മനസ്സിന്റെ വിശുദ്ധിയിൽ നിന്ന് ആർത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നുവോ അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ. എന്താ സംഭവിച്ചത്? മുഹാജിറുകൾ ഹിജ്റ വന്ന് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മുഹാജിറുകൾക്ക് കൊടുക്കാനുള്ള സമ്പത്തിനെയും സത്യവിശ്വാസത്തെയും സ്വീകരിച്ചു കാത്തിരുന്നു. അവർ നൽകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു തരിമ്പ് വിഷമം പോലും ഉണ്ടായിരുന്നില്ല. അതേപോലെ അവർക്ക് ദാരിദ്ര്യമുണ്ടായാലും പട്ടിണിയുണ്ടായാലും കൊടുക്കാൻ വിചാരിച്ചത് അവർ കൊടുത്തിരുന്നു. അവർക്ക് ആർത്തിയുണ്ടായിരുന്നില്ല. നമ്മുടെ അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ഗുണത്തിന്റെയും കുന്നായ്മയുടെയും മുഴുവൻ കാരണം ആർത്തിയാണ്. സ്ഥാനത്തിനുള്ള ആർത്തി, ധനത്തിനുള്ള ആർത്തി, അതേപോലെ എന്തോ ലഭിക്കാനുണ്ട്, ഈ ലോകത്തെന്തോ നേടാനുണ്ട് എന്ന ആർത്തിയിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞില്ല. ഖുർആൻ പറയുന്നു, വല്ലദീന ജാഊ മിൻ ബാദിഹി യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവിടെ ശേഷം വന്നവരും ആയ ദരിദ്രന്മാർക്കും അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ളവർക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിദ്വേഷവും പകയും ഉണ്ടാക്കരുത്. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ്. ഒരു സത്യവിശ്വാസിയോട് മറ്റൊരു സത്യവിശ്വാസിക്കുണ്ടാവാൻ പാടില്ലാത്തതാണ് പക, വെറുപ്പ്, വിദ്വേഷം, അസൂയ എന്നുള്ളതൊക്കെ. ഞങ്ങളുടെ റബ്ബേ, നിശ്ചയമായും നീ വളരെ കൃപയുള്ള കരുണാനിധിയുമാണ് എന്നവർ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അതാണ് നല്ല മനസ്സിന്റെ ഉടമ. നല്ല മനസ്സ്, സ്നേഹം പങ്കുവെക്കുന്ന വിശ്വാസിയാണോ നമ്മൾ? നല്ല മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെക്കുന്നവരാണോ നമ്മൾ? അതോ ഓരോരുത്തരെ കാണുമ്പോൾ
അവരുടെ ഓരോ ന്യൂനതകൾ മനസ്സിൽ വിചാരിച്ച് അവരോട് വെറുപ്പ് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണോ? ആലോചിക്കണം. النعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد إذا اشتكى منه الله تداعى له سائر الجسد ബിസ്സഹരി വൽ ഹുമ്മ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടുപ്പത്തിന്റെയും കാര്യത്തിൽ മുഅ്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ്. എന്താ ശരീരത്തിന്റെ പ്രത്യേകത? അതിലേതെങ്കിലും ഒരവയവത്തിന് അസുഖം ബാധിച്ചാൽ ശരീരം മുഴുവനും ഉറക്കമിളിച്ചും പനിച്ചും പരസ്പരം അതിൽ പങ്കുചേരും, പ്രയാസപ്പെടുകയും ചെയ്യും. കാലൊന്നൊടിഞ്ഞാൽ, കയ്യൊന്നൊടിഞ്ഞാൽ, കണ്ണിന് സുഖമില്ലെങ്കിൽ, തലവേദനയുണ്ടെങ്കിൽ, പല്ലുവേദനയുണ്ടെങ്കിൽ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും അതിനോട് താതാത്മ്യം പ്രാപിച്ച വിഷമത്തിൽ പങ്കെടുക്കും. അതേപോലെയാണ് മുഅ്മിനീങ്ങളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുകയാണ്. നല്ല മനസ്സോടെ ജീവിച്ച സഹാബിയുടെ മരണസമയത്തുള്ള വാചകം നമ്മൾ കേൾക്കണം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അൻ സയ്യിദ് ഇബ്നു അസ്ലം അന്നഹു ദഖല അലാ ഇബ്നു അബീ ദുജാന. അബീ ദുജാന എന്ന സഹാബി, ആ സഹാബി ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. വഹുവ മരീദുൻ, രോഗത്തിലാണ്. വകാന വജ്ഹഹു തതഹല്ലലു, ആ മുഖം തിളങ്ങുന്നുണ്ടെന്നാലും. വകാല ലഹു മാലക യതഹല്ലലു വജ്ഹഹു, താങ്കളുടെ മുഖം ഇങ്ങനെ രോഗമുണ്ടായിട്ടും തിളങ്ങാൻ കാരണമെന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, മാ മിൻ അമലി ശൈഇൻ അഫ്ദക ഇൻദി മിൻ ഇത്നൈൻ, രണ്ട് കാര്യത്തിലാണ് എനിക്ക് ഈ സന്തോഷവും ആ രണ്ട് കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് എൻ്റെ മുഖത്ത് ഈ തിളക്കമുള്ളത്. എന്താണ് ആ കാര്യം? അമ്മാ അഹദുഹുമാ വകുന്തു ലാ അതകല്ലമു ബിമാ ലാ യഗ്നീനി, എനിക്ക് ഉപകാരമില്ലാത്ത ഒരു സംസാരം ഞാൻ സംസാരിച്ചിട്ടില്ല. അബീ ദുജാന റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കുപകാരമില്ലാത്ത ഒരു സംസാരം ഞാൻ സംസാരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്റെ മനസ്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടി, എന്റെ ഹൃദയം ശുദ്ധമായിരുന്നു. ഒരു മുസ്ലിമിനെയും ടാർഗറ്റ് ചെയ്യാനോ ഒരു മുസ്ലിമിനെയും കുറ്റവാളിയായി കാണാനോ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ എവിടെ നിൽക്കുന്നു? സഹാബത്ത് എവിടെ നിൽക്കുന്നു? ആലോചിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുബല്ലിഗ്നി അഹദുൻ മിൻ അസ്ഹാബി അൻ അഖദി ശൈഅ ഫഇന്നി അഹബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അനുജന്മാരിൽ ഒരാളും ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്ക് എത്തിക്കരുത്. പ്രവാചകന്റെ കൽപ്പനയാണ്. ഒരാളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. കാരണം ഞാൻ സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരാളുടെ കുറ്റവും കേൾക്കാതിരിക്കുക എന്നത് പ്രധാനമാണ്. കാരണം നമ്മൾ ഒരാളുടെ കുറ്റം കേട്ടാൽ പിന്നെ അയാളെ കാണുമ്പോൾ ആ മാനസികാവസ്ഥയിലെ അയാളെ കാണാൻ കഴിയൂ, നോക്കാൻ കഴിയൂ, പെരുമാറാൻ കഴിയൂ, അയാളോട് ഇടപാട് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരാളെ കുറിച്ചുമുള്ള കുറ്റം കേൾക്കാതെ ചെവി അടച്ചു പിടിക്കുമ്പോൾ എല്ലാവരെ കുറിച്ചും നല്ല ധാരണ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ അങ്ങേയറ്റത്തെ പരിശ്രമം ആവശ്യമാണ്. ഈ 5 വക്ത് നമസ്കരിക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ വലിയ കടുത്ത പരിശ്രമം ഇല്ലത്തില്ലാതെ ഒരു മുഅ്മിനിനോട് ഒരു ശത്രുതയില്ലാതെ മുഅ്മിനിന്റെ ന്യൂനത മനസ്സിൽ വിചാരിക്കാതെ ജീവിക്കാൻ ആവശ്യമാണ്. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നല്ല മനസ്സുള്ളവരാവണം എന്നാണ് സൂചിപ്പിച്ചത്. നല്ല മനസ്സുള്ളവരാകാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകൾ നിരന്തരമായി ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കാഹ അൻത ഖൈറു മൻ സക്കാഹ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീയാണ് അവന് ആത്മപരിശുദ്ധി നൽകുന്നവൻ, അതുകൊണ്ട് എൻ്റെ മനസ്സിന് തഖ്വയും പരിശുദ്ധതയും നൽകണമേ എന്നുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നതും നമ്മളെ പഠിപ്പിച്ചതുമാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന പ്രാർത്ഥനയുണ്ട്. ധാരാളം പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, എൻ്റെ ഹൃദയത്തിന് പ്രകാശം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്തത്, പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വശം, ഓരോ മുഅ്മിനിനും വേണ്ടി, ഓരോ മുസ്ലിമിനും വേണ്ടി, ഓരോ അയൽപ്പക്കക്കാരനും വേണ്ടി, ഓരോ ബന്ധുവിനും വേണ്ടി, നമുക്ക് മുഖമറിയുന്ന ഓരോരുത്തർക്കും നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് പുരോഗതി ഉണ്ടായി എന്നറിഞ്ഞാൽ അത് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ വല്ലാത്തൊരു സ്നേഹം വന്നു ചേരാനുണ്ട്. രണ്ടാമത്തത് സൽവിചാരമുണ്ടായിരിക്കുക. ഒന്ന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന അധികരിപ്പിക്കുക. അതാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, സൽവിചാരമുണ്ടായിരിക്കുക. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണം പറഞ്ഞ സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരിയും ഉമ്മു അയ്യൂബും തമ്മിലുള്ള സംസാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. യാ അബൂ അയ്യൂബ് അലാ തസ്മഉ മാ യഖൂലു നാസു ഫീ ആയിഷ, ആയിഷയുടെ കാര്യത്തിൽ ജനങ്ങൾ പറയുന്നത് താങ്കൾ കേട്ടില്ലേ? അപ്പോൾ അബൂ അയ്യൂബ് ഖാല ബലാ വദാലികൽ കദിബ്, അത് സത്യമല്ല, അത് സത്യമല്ലെന്ന് അബൂ അയ്യൂബ് തറപ്പിച്ച് പറയുകയാണ്. അകുന്തി യാ ഉമ്മു അയ്യൂബ് ഫാഇലതുൻ ദാലിക, ചോദ്യം വളരെ സ്പഷ്ടമാണ്, വളരെ കൃത്യമാണ്. ഉമ്മു അയ്യൂബേ, നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ആയിഷയ്ക്ക് കിട്ടിയ അപമാനത്തിൻ്റെ വാർത്ത അതേപോലെ നിങ്ങൾ ചെയ്യുമോ? ഇല്ലെന്ന് ഉമ്മു അയ്യൂബ് മറുപടി പറയാണ്. കാലത്ത് ലാ വല്ലാഹി മാ കുൻതു അഫഅലഹു, അല്ലാഹുവാണേ സത്യം, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് ഉമ്മു അയ്യൂബായ ഭാര്യ പറയുകയാണ്. അപ്പോൾ അബൂ അയ്യൂബിന്റെ മറുപടി എന്താണ്? ഫആയിഷതു ഖൈറും മിൻക, ഫആയിഷതു ഖൈറും മിൻക, നിന്നേക്കാൾ നല്ലവളാണ് ആയിഷ. നമ്മളോട് ഒരാൾ വന്ന് ഒരാളുടെ കുറ്റം പറയുമ്പോൾ അയാൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. നീയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് മറുപടി പറയുന്നവനോട് നിന്നേക്കാൾ നല്ലവനാണ് അയാൾ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മറുപടി പറയണമെന്നാണ് അബൂ അയ്യൂബ് അൻസാരിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ മറ്റുള്ളവരുടെ പിഴവുകൾക്ക് ഇളവുകൾ തിരയുക, ഉദ്റ് തിരയുക. ഒരാൾക്കൊരു അബദ്ധം സംഭവിച്ചു, അയാളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു, ആ സാഹചര്യത്തിൽ നമ്മൾ പെട്ടാൽ അതിനേക്കാൾ മോശമായിരിക്കും നമ്മുടെ പ്രതികരണമെന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് അയാൾ ചെയ്തതിനെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക? മനസ്സിൽ ന്യായീകരിക്കുക. അയാൾക്കപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും, അയാളുടെ ലൗഹിലുള്ളതായിരിക്കും, അയാൾക്ക് അങ്ങനെ വന്നതായിരിക്കും. ചിലപ്പോൾ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. അയാളുടെ കാര്യത്തിൽ എനിക്കൊന്നുമില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയണം. ഇദാ ബലഗത അഖീഹി ശൈഅൻ ഫൽതമിസ് ലഹു ഉദ്റാൻ ഫഇൻ ലം തജിദ് ലഹു ഉദ്റാൻ ഫഖുൽ ലഅല്ല ലഹു ഉദ്റാൻ. നിന്റെ സഹോദരനിൽ ഒരബദ്ധം സംഭവിച്ചാൽ നീ അതിന് ഇളവുകളെ തിരിയണം, ന്യായത്തേക്ക് തിരിയണം. കിട്ടിയില്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാര്യമുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ലല്ലോ എന്ന് വിചാരിക്കണം. അൻ യസീദ് ഇബ്നുൽ അസം ഖാല സമഅതു അബൂ ഹുറൈറ ഖാല യുബ്സറു അഹദുകുമുൽ ഫദാ ഫി ഐനി അഖീഹി വയുൻസാ ജദ്ലു ഫി ഐനിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങളിൽ ഒരുവൻ തൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുന്നു, എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുന്നു, എന്നാൽ സ്വന്തം കണ്ണിലെ മരത്തടി കാണുന്നില്ല.
നമ്മൾ സാധാരണ പറയാറുണ്ട്, ചെറിയ വിരലില്ലാത്തവൻ, മുട്ടുകൈയില്ലാത്തവൻ, ചെറിയ വിരലില്ലാത്തവന് കുറ്റം പറയുക എന്ന് പറഞ്ഞില്ലേ? ഒരാളെ കുറ്റം പറയുമ്പോൾ 3 വിരൽ ഇങ്ങോട്ടാണ്. നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ ചകഞ്ഞന്വേഷിച്ച് പൊറുക്കലിനെ തേടി അതിന് വേണ്ട പ്രായശ്ചിത്തം ചെയ്യുക എന്നല്ലാതെ മറ്റുള്ളവരെ കുറ്റങ്ങളെ നോക്കാനോ വിചാരണ നടത്താനോ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് മാലിക്കുൽ മുലൂക്കായ മാലിക് യൗമുദ്ദീനായ അള്ളാഹു ചെയ്തു കൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ മുഖത്ത് നരകത്തെ തടുക്കും. ഒരാളുടെ അഭിമാനം